ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് എൻ്റെ ഈ ചാനൽ ടാരോ വാരിയർ മലയാളത്തിൽ എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പം നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കും ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണേ. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഞാൻ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നമ്മൾക്ക് അതിലേക്ക് ചെല്ലാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 of Wands, Wheel of Fortune, 2 of Swords, 5 of Swords. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ സമയത്ത്? സ്ട്രെങ്ത്, 5 of Pentacles, 7 of Pentacles, എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ എനർജിയാണ് പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ ഡെക്കിൽ 10 of Swordsന് വേണ്ടിയിട്ട് എവറിത്തിങ് ഇസ് ഫൈൻ പറഞ്ഞ ഒരു കാർഡാണ് വരണത്. ആൻഡ് ഇതിൻ്റെ അപ്പുറം ഒരു 10 of Swords കാർഡും ഉണ്ട് സെപ്പറേറ്റ്ലി. പക്ഷെ ഞാൻ രണ്ടും കാർഡ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് കുറേ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജാണ്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ എനർജി. അപ്പം നിങ്ങൾ രണ്ടാളും ഒരു ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മെസ്സേജ് അയച്ച് ഒരു കോൺവെർസേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. മേ ബി അത് തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഈ റിലേഷൻഷിപ്പ് ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല അതുവരെ. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ പുതിയതായിട്ടായിരിക്കും ഈ കോൺവെർസേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക. സെപ്പറേറ്റഡ് ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അതിൽ മനസ്സിലുണ്ടാവും അത് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, ഇല്ലെങ്കിൽ കോൾ ചെയ്യണം എന്ന്. അത് ആയിരിക്കാം ഇവിടെ ഈ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളുടെ സൈഡിൽ കാണുന്നത് 10 of Wands ആണ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ മുമ്പേ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു ബേർഡൻ, കുറേ ഒരു ബാഗേജ്. ഇത് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, പക്ഷേ എന്തായാലും ഇത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ കാണാണ്ട്. ആൻഡ് ഇവിടെ ഇത് കുറേ ഒരു ബേർഡൻ നിങ്ങൾ റിലീസ് ചെയ്യണ മാതിരിയാണ് എനർജി. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് അത് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോകാൻ നോക്കുന്നത്. ഈ പേഴ്സണും കുറേ സ്ട്രോങ് ആയിട്ട് അവരുടെ ഫീലിങ്സിനൊക്കെ കൺട്രോളിൽ വെക്കാനാണ് നോക്കുന്നത്, ശ്രമിക്കണത്. എന്നുവെച്ചാൽ ഇവിടെ കുറേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അവർ കുറേ ഹോപ്പ്ഫുള്ളാണ് അത് ഈ ഇഷ്യൂസൊക്കെ ശരിയാവുമെന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ടും അവർ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം, കോൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയുണ്ട്. നിങ്ങൾ റിജക്റ്റ് ചെയ്യോ, നിങ്ങൾ സംസാരിക്കുകയോ, അതൊക്കെ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതിനൊക്കെ ഫൈറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ നോക്കണത്. ആൻഡ് ലിയോ എനർജിയാണ് സ്ട്രെങ്ത്, വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുമ്പേയും നിങ്ങൾ മേ ബി ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം ആ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു പുതിയ പേഴ്സൺ അല്ല, ഇതൊരു നോൺ പേഴ്സൺ ആണ്. നിങ്ങളുടെ ഈ പേഴ്സണിൻ്റെ കൂടെ മുമ്പേയും ഒരു സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ മാതിരിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സണിൻ്റെ എനർജിയിൽ 5 Pentacles ആണ്. അപ്പോൾ ഈ പേഴ്സൺ പാസ്റ്റിനെ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. പാസ്റ്റിൽ മേ ബി അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആ ഫീലിംഗ് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്, ആ റിജക്ഷൻ ആയി ഫീലിംഗ്. 2 of Swords, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. ഈ പേഴ്സണിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ. നിങ്ങളുടെ ഇമോഷണൽ സൈഡ് പറയണത് ഈ പേഴ്സണൊരു വേറൊരു ചാൻസ് കൊടുക്കണം എന്നാണ്. പക്ഷെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് നിങ്ങളെ സ്റ്റോപ്പാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു ഡുവാലിറ്റി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ, ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അവർ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കോൾ ചെയ്യുന്ന ഹോപ്പ് ചെയ്തിട്ടാണ് വെയിറ്റ് ചെയ്യണത്.
പക്ഷെ 5 swords ആണ് ഇവിടെ. ആദ്യം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ നിങ്ങളുടെ ആൾക്കാർ ഓറൽസ് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഇല്ല വെച്ചാൽ ചില ആൾക്കാർ നിങ്ങൾക്ക് റോങ് അഡ്വൈസ് ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക ഈ സമയത്ത്. ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടെന്ന് ചില സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ അവരുടെ ഇൻറ്റൻഷൻസ് റോങ് അല്ല, പക്ഷെ ചിലപ്പോൾ അവരുടെ അഡ്വൈസ് നമ്മൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യില്ല ആ സമയത്ത്. അങ്ങനത്തെ എനർജിയാണ് ഇത്. വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ് ആക്കണത്. ഇവിടെ ഗോസിപ്പ് ഇല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളിലും തമ്മിൽ ഫൈറ്റ്സ് ഉണ്ടാച്ചാൽ അതൊരു കോമ്പറ്റേറ്റീവ് മാതിരി ഫൈറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണ മാതിരിയാണ്. അപ്പോൾ അത് കുറച്ചൊരു ഇമ്മെച്യോറിറ്റിയുടെയും സൈനാണ്. അപ്പോൾ ഈ പേഴ്സൺ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവർ ഓൾറെഡി ഇവിടെ ഒരു എൻഡിങ് ആക്സെപ്റ്റ് ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരുമ്പോഴും ആ ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല, ആ ഒരു മെച്ചോറിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇവിടെ ഒരു എവറിത്തിങ് ഇസ് ഫൈൻ. ഈ പേഴ്സൺ ഓവർകം ചെയ്യാനാണ് നോക്കുന്നത്. ഡെഫിനറ്റ്ലി അവർ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിന് അവർ പുറത്തു വരാൻ, ഈ ഹാർട്ട് ബ്രേക്കിന് അവർ പുറത്തു വരാനാണ് ശ്രമിക്കണത്. അപ്പോൾ ഈ പേജ് ഓഫ് ഫോൺസ് ഇവിടെ എന്താണ്? മ്യൂച്വൽ എനർജി വേൾഡ്. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ആണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇത് കഴിഞ്ഞുവെച്ചാൽ ഓൾറെഡി ആയി കഴിഞ്ഞുവെച്ചാൽ ഈ പ്രോസസ്സ്, ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടായി, ഈ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞുവെച്ചാൽ ഈ ഇവിടെ ഒരു മ്യൂച്വൽ എനർജി ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ആണ്. ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ രണ്ടാളും ആദ്യം മെസ്സേജ് ചെയ്യാൻ തുടങ്ങും, ഓറൽസ് ഒരു ജനറൽ ഹായ് ബൈ അങ്ങനത്തെ ഒരു മെസ്സേജസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഈ 10 of Wands എന്താണ് ഇവിടെ നിങ്ങളുടെ സൈഡിൽ? നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കണത്. വെരി സ്ലോലി. ഞാൻ പറഞ്ഞ മാതിരി കുറേ ബാഗേജ് ഉണ്ട് പാസ്റ്റിൻ്റെ, അതിനൊക്കെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ടാണ് പോകാൻ നോക്കുന്നത്. സ്ട്രെങ്ത്, ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? കിങ് ഓഫ് സോർഡ്സ്, അക്വേരിയസ് എനർജി. ഈ പേഴ്സണും കുറേ ഡിറ്റാച്ച്ഡ് ആയിട്ട് പ്രാക്ടിക്കലായിട്ടാണ് ആലോചിക്കാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇമോഷണലി അവർ കുറേ വീക്കായിട്ടാണ് ഫീൽ ചെയ്യണത്. അവർ ചിലപ്പോൾ ആ പ്രഷർ, ആ സാഡ്നെസ്, ആ ഗിൽട്ട്, എന്തൊക്കെ അവരുടെ ഫീലിങ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് അതിപ്പോൾ അവർ മനസ്സിൽ തന്നെ വെച്ച് ഇരിക്കുകയാണ്. അവർ ഇപ്പോൾ വേറെ ആൾക്കാർ ഈ പേഴ്സണെ കണ്ട ഇവർ കംപ്ലീറ്റ്ലി ഇൻ കൺട്രോളാണ് നിങ്ങൾക്ക് തോന്നുക. ഇവർക്ക് ഒരു ഇമോഷൻസും ഇല്ലാണ്ടാണ് അവർ ബിഹേവ് ചെയ്യണത്. പക്ഷെ ആക്ച്വലി അവരുടെ മനസ്സിൽ കുറേ ഹേർട്ട് ഉണ്ട്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, 9 of Swords. അപ്പോൾ നിങ്ങൾ ഈ സൈക്കിൾ ഞാൻ പറഞ്ഞ മാതിരി മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് പോവുക. നിങ്ങൾ ഒരുമിച്ച് വരും, പക്ഷേ അത് ഇൻകമ്പാറ്റബിലിറ്റി കാരണം എന്തെങ്കിലും കുറേ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുമ്പും ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതന്നെ, ആ സ്ട്രെസ്സ് നിങ്ങൾ ശരിക്കും ഉറക്കം വരാണ്ട് രാത്രി ഈ പേഴ്സണെ മിസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ അത് ഉണ്ടായാലും എന്തോ കുറേ ആങ്സൈറ്റി തരണ കാര്യങ്ങൾ ആണ് ഇവിടെ. നിങ്ങൾക്ക് ബോദർ ചെയ്യണ കാര്യങ്ങൾ ആണ് നിങ്ങൾ ഓർത്തിട്ട് ഇരിക്കണത്. കുറേ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. നിങ്ങളുടെ മനസ്സിൽ കുറേ സ്ട്രെസ് ഉണ്ട് ഇതിനെ കുറിച്ച്. 5 of Pentacles, ഈ പേഴ്സൻ്റെ എനർജി 5 of Wands. അപ്പോൾ ഈ പേഴ്സൺ റിജക്റ്റഡ് ആണ് ഫീൽ ചെയ്യണത്. മേ ബി പാസ്റ്റിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല ഇവരുടെ ഫ്രണ്ട്സ് ഈ റിലേഷൻഷിപ്പിൽ റോങ് അഡ്വൈസ് കൊടുത്തിട്ട് ആണ് ചില കാര്യങ്ങൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ അതുകൊണ്ടാണ് ഹേർട്ട് ചെയ്യണേ. എന്നുവെച്ചാൽ നിങ്ങൾ വേറെ പേഴ്സണെ ഈ റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തു. നിങ്ങൾ വേറെ ആൾക്കാരുടെ കാര്യം കേട്ടിട്ട് റിയാക്ട് ചെയ്തു. അത് ഈ പേഴ്സൻ്റെ സൈഡിലും ആയിരിക്കാം. മേ ബി ഇവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ കേട്ടിട്ട് ആണ് റിയാക്ട് ചെയ്തത്. അതും കാരണമാണ് ഇവിടെ ഒരു സെപ്പറേഷൻ്റെ. 2 of Swords ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? 10 of Cups. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി പ്രാക്ടിക്കലി നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊരു അൺഹെൽതി റിലേഷൻഷിപ്പുമാണ്. കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ കുറേ ടോക്സിസിറ്റിയും ഉണ്ട്. അപ്പോൾ 7 of Pentacles, ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത് നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട്. Knight of Cups, ഒരു മെസ്സേജ്, റൊമാൻറ്റിക് ജെസ്റ്റർ, അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യണത്. പക്ഷേ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പേടിയുണ്ട്. അത് നിങ്ങൾ തിരിച്ച് ഒരുമിച്ച് വന്നാൽ ആദ്യം ആ സൈക്കിൾ റിപ്പീറ്റ് ആവും. ആദ്യം മുമ്പത്തെ മാതിരി നിങ്ങൾ ഹേർട്ട് ആവും. ആദ്യം നിങ്ങളുടെ ഇടയ്ക്ക്
ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ബാക്ക് ഫുട്ടിലാണ്. നിങ്ങളുടെ സൈഡിൽ ഞാൻ അങ്ങനെ ആക്ഷൻ കാണില്ല. ആൻഡ് ഈ പേഴ്സൺ ഈ സെപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവർ വിചാരിക്കേണ്ട അത് ഇത് ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഓവർ ആണ്, ഇപ്പോൾ ഇതിലൊരു വേറെ ചാൻസ് ഇല്ല. ആൻഡ് അവരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനാണ് ട്രൈ ചെയ്യണത്. ഹെർമിറ്റ് വെർഗോ എനർജി. അപ്പോൾ അവരും ഒരു ആക്ഷൻ ഒന്നും എടുക്കാത്ത എനർജിയിലാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ, എന്താ ചെയ്യുക അവർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആക്ഷൻ അവർ എടുക്കുമോ? ടവർ. ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവരൊരു ആക്ഷൻ എടുത്തു എന്ന് വരാം. കിങ് ഓഫ് കപ്സ് സ്കോർപ്പിയോ എനർജിയാണ്. മെജിഷ്യൻ ജെമിനൈ എനർജിയാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അവർ ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് കാണില്ല വെച്ചാൽ മേ ബി അവർ സഡൻലി നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യും, മെസ്സേജ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ വഴിയുണ്ട്. ഔട്ട്കം 7 ഓഫ് കപ്സ് ആണ് ആൻഡ് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ആദ്യം ഔട്ട്കം ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ചോയ്സസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ചെയ്താൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ വഴിയുണ്ട്. പക്ഷെ അതിൽ കുറേ പേഷ്യൻസ് വേണം, രണ്ട് സൈഡിനും ഈക്വൽ എഫേർട്ടും വേണം. അതുണ്ടായാൽ മേ ബി ലോങ് ടേം ഫ്യൂച്ചറിൽ ഇത് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഈ സമയത്ത് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും സെപ്പറേഷനിലാണ് ആൻഡ് അത് കണ്ടിന്യൂ ചെയ്യും. അൺലെസ് നിങ്ങൾ ഓർ എൽസ് ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യാൻ ഡിസൈഡ് ചെയ്താൽ അപ്പോൾ മേ ബി കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകും. ബട്ട് അതില്ലാച്ചാൽ അതുവരെ അതിങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് ആയി പോകും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനി. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ് റീഡിങ് ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടിയും നിങ്ങൾക്ക് അത് റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റ് ത്രൂ ചാറ്റ് ഐക്കൺ ഉണ്ട്, വാട്സാപ്പ് ചാറ്റ് ഐക്കൺ, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ബുക്ക് ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.